വർഷം 1993 ഒക്ടോബർ 27 വൈകുന്നേരം കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ പ്രത്യേക സൈനിക മേഖലയിൽ നിന്ന് 2 M-17 ഹെലികോപ്റ്ററുകൾ പറന്നു പൊങ്ങുവാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. 2 ഹെലികോപ്റ്ററുകളുടെയും പൈലറ്റുമാർ സീനിയർ കമാൻഡിംഗ് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി തങ്ങളിനി ചെയ്യുവാൻ പോകുന്ന എയർ ഷോയുടെ കൃത്യമായ മാപ്പിങ്ങുകൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഹെലികോപ്റ്ററുകൾ കുവൈറ്റ് ആർമിയുടെ ചരിത്രത്തിലെ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു വലിയ അപകടത്തിലേക്കാണ് പറന്നു പൊങ്ങുവാൻ പോകുന്നതെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. കുവൈറ്റ് എന്ന ചെറു രാജ്യത്തിന് ഓർക്കുമ്പോൾ ഇന്നും ഞെട്ടലുണ്ടാകുന്ന ആ ഹെലികോപ്റ്റർ ദുരന്തത്തിൻ്റെ കഥ, എയർ ഷോ കണ്ടുനിന്ന ജനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് തകർന്നു വീണ 2 M-17 ഹെലികോപ്റ്ററുകളുടെ കഥ. ആ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. ഗൾഫ് യുദ്ധത്തിന് ശേഷം കുവൈറ്റ്, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പ്രാദേശിക സൈനിക ശക്തി വർദ്ധിപ്പിക്കുവാൻ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 1993 കുവൈറ്റ് ഗൾഫ് ഡിഫൻസ് എയർ ഷോ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു പ്രധാന സൈനിക പ്രദർശനം തന്നെയായിരുന്നു അത്. ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക ശക്തികൾ പ്രദർശിപ്പിക്കുക, അന്താരാഷ്ട്ര സൈനിക ഉപകരണ വിതരണക്കാരെയും സർക്കാരുകളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി കുവൈറ്റ് സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം ഒരു കണ്ണീരോടെയാണ് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നതെന്നത് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. പരിപാടിയിലെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു എയർ ഷോ. എയർ ഷോയ്ക്കായി തിരഞ്ഞെടുത്തത് സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ M-17 ഹെലികോപ്റ്ററുകളായിരുന്നു. മിൽ മോസ്കോ ഹെലികോപ്റ്റർ പ്ലാന്റാണ് ഈ ഹെലികോപ്റ്ററുകൾ വികസിപ്പിച്ചത്. സൈനിക ഉപയോഗത്തിനും ട്രാൻസ്പോർട്ടിങ്ങിനും അനുയോജ്യമായവയായിരുന്നു ഈ ഹെലികോപ്റ്ററുകൾ. ട്രൂപ്പ്, എയർലിഫ്റ്റിംഗ് എന്നീ ആവശ്യങ്ങൾക്ക് ഉപകരിക്കും വിധമായിരുന്നു ഇതിൻ്റെ ഡിസൈൻ. 2 പ്രധാന റോട്ടറുകളാണ് ഈ ഹെലികോപ്റ്ററുകളിൽ ഉണ്ടായിരുന്നത്. 24 സൈനികർക്കും പൈലറ്റ് ഉൾപ്പെടെ 3 ക്രൂ മെമ്പേഴ്സിനും ഇരിക്കാവുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഡിസൈൻ. അങ്ങനെ സമയം ഏതാണ്ട് 4:30 ഹെലികോപ്റ്ററുകൾ പറന്നുയർന്നു. 2 ഹെലികോപ്റ്ററുകളിലെയും പൈലറ്റുമാർ കൃത്യമായ ആശയവിനിമയത്തോടെ എയർ ഷോ വളരെ ഗംഭീരമായി തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് കാലാവസ്ഥയിൽ ചില വ്യതിയാനം സംഭവിക്കുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് വീശിയ ശക്തമായ കാറ്റിൽ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം തെറ്റുന്നു. ഈ സമയം പൈലറ്റുമാർ വളരെ ശ്രമപ്പെട്ട് ഹെലികോപ്റ്ററിന്റെ ദിശ നേരെയാക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2 ഹെലികോപ്റ്ററുകളും തമ്മിലുള്ള അകലം വല്ലാതെ കുറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അധികം താമസിയാതെ തന്നെ അത് സംഭവിച്ചു. 2 ഹെലികോപ്റ്ററുകളുടെയും റോട്ടർ ബ്ലേഡുകൾ തമ്മിൽ ഇടിക്കുകയും നിമിഷങ്ങൾക്കകം തന്നെ 2 ഹെലികോപ്റ്ററുകളും തകർന്നു വീഴുകയും ചെയ്തു. With official photographers recording the event, 2 Kuwaiti pilots begin their maneuver. Spectators notice that their formation is tighter than normal. Suddenly, disaster. ഒരു M-17 ഹെലികോപ്റ്റർ കടലിലാണ് പതിച്ചതെങ്കിൽ മറ്റൊന്നിൻ്റെ അവശിഷ്ടങ്ങൾ എയർ ഷോ കണ്ടുനിന്ന കാണികൾക്കിടയിലേക്കാണ് തെറിച്ചു വീണത്. പെട്ടെന്ന് കുതറി മാറിയതിനാൽ തന്നെ പലരും ചെറിയ പരിക്കുകളോടെ തന്നെ രക്ഷപ്പെട്ടു. 2 പൈലറ്റുമാർക്കും ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും കുവൈറ്റ് എന്ന രാജ്യത്തിനും സർക്കാരിനും ഈ അപകടം വലിയ നഷ്ടങ്ങളും വേദനകളുമാണ് സമ്മാനിച്ചത്. ഇതുപോലെയുള്ള ചരിത്ര വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.